ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരരെ, സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമവത്സരമനുസരിച്ച് സ്ലീഹാകാലത്തിൻ്റെ 6ാം ഞായറാഴ്ചയിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. സ്ലേഹന്മാരിലൂടെ പടർന്നു വ്യാപിക്കുന്ന തിരുസഭയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ കാലയളവിൽ തിരുസഭ മാതാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവവിളിയെപ്പറ്റി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ്. ഈശോ പറഞ്ഞു, വിളവധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. ആകയാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഈ തിരുവചന ഭാഗത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും അതിൽ ആഴപ്പെട്ട് പ്രാർത്ഥിക്കുവാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവവിളി പ്രാർത്ഥനയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഹാനിബാളിൻ്റെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയുന്നതും അദ്ദേഹം ഈ സുവിശേഷ ഭാഗത്ത് മനസ്സിലാക്കിയത് എപ്രകാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും കൂടുതൽ ഈ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാൻ നമ്മളെ സഹായിക്കും. ഏതാണ്ട് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചോദ്യം കടന്നു വരികയാണ്. ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും എന്താണ് പരിഹാരം? താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെല്ലാം എങ്ങനെ ഒരു പരിഹാരം കാണും എന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ 40 മണിക്കൂർ നേരമുള്ള ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപാട് കണക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നല്ല വൈദികരും സന്യസ്തരുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ ലോകത്തിലെ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നൊരു ചിന്ത കടന്നു വരികയാണ്. ആ ചിന്ത അദ്ദേഹത്തിൽ പതുക്കെ പതുക്കെ വളരാൻ ആരംഭിക്കുകയും പിന്നീട് അദ്ദേഹം സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം വായിക്കുകയാണ്. വിളവധികം, വേലക്കാരോ ചുരുക്കം. ആകയാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഒരു പരിഹാരം നല്ല വൈദികരും സന്യസ്തരും സമൂഹത്തിൽ നന്നായി ശുശ്രൂഷ ചെയ്യുന്ന അനേകം വ്യക്തികളും ഉണ്ടാകുകയാണ് എന്നൊരു ബോധ്യം സുവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് പകർന്നു നൽകുകയാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന എല്ലാ വായനകളും തന്നെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വായനകളാണ്. ഒന്നാമത്തെ വായനയിൽ ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അഹ്റോനെയും പുത്രന്മാരെയും പുരോഹിതരായി അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുക. പൗരോഹിത്യ ദൈവവിളിയെക്കുറിച്ച് ഒന്നാമത്തെ വായന സ്നേഹപൂർവ്വം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ യെശയ്യായ്ക്ക് ലഭിക്കുന്ന സ്വർഗീയമായ വെളിപാടിനെക്കുറിച്ചും ദൈവത്തിനു വേണ്ടി അയക്കപ്പെടുവാൻ യെശയ്യാ സന്നദ്ധനാകുന്നതിനെക്കുറിച്ചുമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വചനമാണ് 3-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുക. വചനം നമ്മളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഈ ലോകത്തിലെ മഹിമയോ യോഗ്യതയോ അല്ല ദൈവത്തിൻ്റെ വിളിക്കായിട്ട് കാരണമാകുന്നത്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, കാരുണ്യമാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വചനം സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുസഭയ്ക്ക് ധാരാളം വിശുദ്ധരായ നല്ല വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നന്നായി ശുശ്രൂഷ ചെയ്യുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, ഈശോയെ പ്രഘോഷിക്കുന്ന, കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന നല്ല വ്യക്തികളെ നമുക്ക് ആവശ്യമുണ്ട്. വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. ഒരുപക്ഷെ ഇന്നോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല ദൈവവിളികളും നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അമലേക്കരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഇസ്രായേൽ ജനത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുക. ജോഷുവയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ താഴ്വാരത്തിൽ അമലേക്കരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ അതേസമയം മലമുകളിൽ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ്, മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ യുദ്ധത്തിൽ മുന്നേറി. എന്നാൽ മോശയുടെ കരങ്ങൾ താണപ്പോഴൊക്കെ ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, അത് നമുക്കുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വ്യക്തികൾ അവരുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ഈശോയ്ക്ക് വേണ്ടി അവർ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി തീക്ഷ്ണമായി സേവനം ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ അവർക്ക് വേണ്ടി ഉയരേണ്ടതുണ്ട്. ഒരുപക്ഷെ വീണുപോകുന്ന സന്യസ്തരെക്കുറിച്ച് ഓർത്ത്, വൈദികരെക്കുറിച്ച് ഓർത്ത് നമ്മൾ പലപ്പോഴും കുറ്റം പറയുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ദേവാലയത്തിലെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചൊല്ലുന്ന വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ചൊല്ലുന്നത് എന്നുകൂടി വിചിന്തനം ചെയ്യുവാനുള്ള ഒരു സമയമാണിത്. ഇതൊരു ആത്മപരിശോധനയുടെ സമയമായി മാറട്ടെ. തിരുസഭയിൽ ധാരാളം വിശുദ്ധരായ നല്ല വേലക്കാരുണ്ടാകുവാൻ, അത് വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, സഭയ്ക്ക് വേണ്ടി വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വ്യക്തികളാകട്ടെ, ഒരു നല്ല അധ്യാപകൻ,
ഒരുപക്ഷെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല വ്യക്തി, അങ്ങനെ അനേകം നല്ല വിശുദ്ധരായ വ്യക്തികളെ സഭയ്ക്ക് ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ, പാതുവയിലെ വിശുദ്ധ അന്തോണീസിനെ പോലെ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള അൽഫോൻസാമ്മയെ പോലെ, ദൈവസഹായം പിള്ളയെ പോലെ, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനായ കാർലോയെ പോലെ അനേകം നല്ല വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണതയോടെ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവിളി പ്രാർത്ഥനയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഹാനിബാൾ സ്നേഹപൂർവ്വം നമ്മെ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്രകാരമാണ് ആ പ്രാർത്ഥന: കർത്താവേ, അങ്ങയുടെ സഭയിലേക്ക് വിശുദ്ധരായ അപ്പസ്തോലന്മാരെ അയക്കണമേ, തിരുസഭ മുഴുവൻ നല്ല ദൈവവിളികൾ കൊണ്ട് സമ്പന്നമാകുവാൻ. അതേസമയം തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന, സ്നേഹത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവവിളി ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള ഒരു പരിശ്രമമായി ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ ഒരു ആത്മപരിശോധനയുടെയും വിചിന്തനത്തിൻ്റെയും വിഷയമായി മാറട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സഭയിലേക്ക് വിശുദ്ധരായ അപ്പസ്തോലന്മാരെ അയക്കണമേ.